ഹായ് നമസ്തേ, വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ. ഞാൻ ദീപ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജുവൽ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിന്, പിന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക്, സ്കൂൾ സ്റ്റുഡൻസിന് ഒക്കെ ഇട്ട് ധരിക്കാവുന്ന ഒരു ഈസി ഇയർ റിങ്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു പെൻഡൻറ്റും കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല മഴയാണ്, മഴയത്ത് നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന്, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ സാധനമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എയർ ഡ്രൈയിങ് ക്ലേ ആണ് ഇത്. ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ യൂസ് കഴിഞ്ഞതിന് ശേഷം എയർ ടൈറ്റുള്ള ഒരു ടിന്നിനകത്ത് അടച്ചു വയ്ക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മെയിൻ സാധനം. ഇത് ആമസോണിൽ നിന്ന് 250 ഗ്രാം, എനിക്ക് തോന്നുന്നു ഒരു 150 180 അത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ചിട്ട് എത്ര സെറ്റ് കമ്മലൊക്കെ ഉണ്ടാക്കാവുന്നറിയോ. പിന്നെ അടുത്തത് വേണ്ടെന്ന് പറയാനായിട്ട് വേറെ ഒരു മോൾഡോ അങ്ങനെ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ പേനയുടെ അടപ്പ്, മരുന്ന് വാങ്ങുന്നതിൻ്റെ അടപ്പ്, അങ്ങനെ അതൊക്കെ മതി ഡിസൈൻ കൊടുക്കാനായിട്ട്. ഈ സ്റ്റിക്കാണ്, ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഈ ക്ലേ പരത്തിയെടുക്കുമ്പോൾ 4 സൈഡും ഈവനായിട്ട് മാവ് വരണം. എന്നാലും നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഇതായിട്ട് കിട്ടും. ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള ഒരു ക്ലേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ട് ഇതാക്കി, അപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്ത് ഒരു പരിവാക്കി വെച്ചേക്കുകയാണ്. ഇനി പൗഡർ തട്ടിയിട്ട് ശേഷം ഈ ബോളിന് ഇതിൻ്റെ പുറത്ത് വയ്ക്കുക. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഈ പൗഡർ ടിന്നിൻ്റെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഇവിടെയും കൂടെ നമുക്ക് പൗഡർ ഒട്ടിപ്പിടിക്കാതിരിക്കുക, ഇവിടെയും കൂടെ ഒന്ന് തേക്കാം. ഇത്തിരി ഒരു കട്ടിയായിട്ട് എടുക്കാം. കാരണം നമുക്ക് പെൻഡന്റിന്റെ കുറച്ച് കട്ടി വേണം. നമുക്ക് റിങ്ങൊക്കെ തൂക്കാനും ചെറിയ ചെറിയ ബോൾസ് ഒക്കെ തൂക്കാനും കുറച്ച് കട്ടി വേണം. അപ്പൊ ഈ അടപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ അടപ്പ് വെച്ച് ഞാൻ കട്ട് ചെയ്യാൻ എടുക്കുകയാണേ. ഈ ബാലൻസ് വന്നേക്കുന്നത് നമുക്കിത് ഉപയോഗമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിനെ നമുക്ക് വെള്ളം കൊണ്ട് നന്നായിട്ട് പോളിഷ് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ വെള്ളത്തിൽ കുറേശ്ശെ ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് നമുക്ക് ചുറ്റും ഒന്ന് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താൽ മതിയാവും. നന്നായിട്ട് പോളിഷ് ചെയ്താൽ വരും. അപ്പോൾ അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുമെന്ന്. ഇല്ല, ഇത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചെയ്ത വർക്കുകളെല്ലാം. ഉണക്കാൻ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഡിസൈനും കൂടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലുള്ള ഒരു കുഞ്ഞടപ്പുണ്ടാവുമല്ലോ, അതിനെ വെച്ച് നമുക്ക് നടുക്കൊരു മോഡൽ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ക്ലോസപ്പിന്റെ അടപ്പുകൾ കാണുമല്ലോ, അത് വെച്ച് നമുക്ക് മോഡൽ കൊടുക്കാം. ഈ ഭാഗത്ത് ഇതാണ് കൊടുക്കുന്നത്. ഇനി ഈ റീഫില്ലിന്റെ ഈ ഭാഗം കൊണ്ട് നമുക്ക് ഡിസൈൻ കൊടുക്കാം. ഇത് കൊടുത്തതിന് ശേഷം ഇനി അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് പേനയുടെ ഫ്രണ്ട് നിബൊക്കെ ഇരിക്കുന്നില്ലേ, അതുകൊണ്ട് വേറൊരു ഡിസൈനും കൂടെ കൊടുക്കുകയാണ്. അതായത് റീഫില്ല് വെച്ച് നമ്മൾ ഓരോ ഡോട്ടുകൾ കൊടുത്തില്ലേ, അതിൻ്റെ പുറത്തുകൂടെ ഒരു വലിയൊരു റൗണ്ടായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. നടുക്ക് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നടുക്ക് ഒരു എന്തെങ്കിലും ഡിസൈൻ നമുക്കിതിന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബോളുകൾ ഉണ്ടാക്കാം. അതായത് തുമ്പത്ത് തൂക്കിയിടാനും അതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം കുറച്ച് ക്ലേ എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടി ഒരു 9 ക്ലേ ബോൾസ് ഉണ്ടാക്കാം. എന്തിനെന്ന് വെച്ചാൽ പെൻഡന്റിൽ വെക്കാനായിട്ട്. ഈ റിങ്ങിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ക്ലേക്കകത്ത് കയറ്റി കൊടുക്കും. പിന്നെ ബാക്കി വരുന്ന ആ സൂചി പോലത്തെ അതിനെ വളച്ച് നമ്മൾ
പെൻഡന്റിനകത്ത് വളച്ച് വെച്ച് കൊടുക്കും, അതായത് മാലയുടെ നൂല് കെട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ സാധനം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് വേറെ, ഞാൻ കട്ടിങ് ഇതൊന്നും ഇല്ല, ഞാൻ നെയിൽ കട്ടറിൻ്റെ അത് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ കിട്ടും, 2 പാർട്ടായിട്ട് കിട്ടും. ഇതിനെ ഈ റിങ്ങുള്ള ഭാഗത്തിനെ റൗണ്ടായിട്ട് വരുന്നില്ല ചുറ്റി, അതിനെ ഈ ബോൾസിലും അല്ലാതെ പിന്നെ വളച്ച് നമ്മൾ റാ പോലെ എടുത്തിട്ട് തുമ്പത്തും വെക്കും. കണ്ടോ, ഇതുപോലെ ചെയ്യാം നമുക്ക്. എന്നിട്ട് ഇനി ബാക്കി വരുന്ന ഇതിനെ നമുക്ക് ആ ബോൾസിലും കയറ്റി നമുക്ക് ഉണക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ പെൻഡന്റ് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇനി കമ്മലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പഴയ ബുക്കിൻ്റെ ബൈൻഡ് എടുത്ത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കുറേ മോഡൽസ് ഉണ്ടാക്കാം. അതായത് സ്റ്റാർസ് ഉണ്ടാക്കാം, റെക്റ്റാങ്കിൾ ടൈപ്പ്, ട്രയാങ്കിൾ ടൈപ്പ്, അതൊക്കെ നമുക്ക് ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേറെ കൂടുതൽ പടമൊന്നും വരയ്ക്കാൻ എനിക്കറിയില്ല, എനിക്കതിനുള്ള കഴിവുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ട്രയാങ്കിളാണ് വരയ്ക്കുന്നത്. അത് വെട്ടിയെടുക്കുക, കാരണം 2 കമ്മലും ഒരേ അളവിന് വരണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രയാങ്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്, അടുത്തൊരു റെക്റ്റാങ്കിളും വെട്ടിയെടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഡ്രോപ്സ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഐഡിയപരമായിട്ട് എന്തൊക്കെ എടുക്കാമോ അതൊക്കെ ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ക്ലേ എടുത്തു, അതിനെ ഒന്ന് പരത്തി, അത് കഴിഞ്ഞതിന് ശേഷം ഈ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ഞാൻ ഈ ക്ലേയിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ്. വെട്ടിയെടുക്കുമ്പോൾ ഒരുപോലെ നമുക്ക് കമ്മൽ 2 സൈഡിലും തൂക്കിയിടാൻ നേരത്ത് 2 ഒരേ അളവിൽ കിട്ടും. അല്ലാതെ നമ്മളൊരു ഉദ്ദേശത്തിൽ വെട്ടിയെടുക്കുകയാണെങ്കിൽ അത് കിട്ടത്തില്ല. അപ്പോൾ വെട്ടിയെടുത്ത് ഉണക്കാൻ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പെൻഡന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്തത്, അതായത് ഉണക്കാൻ വെച്ചു, ബോൾസ് ഉണ്ടാക്കി. അപ്പോൾ ഇതിന് ഞാൻ ബോൾസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ചില കമ്മലിന് ബോൾസ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഈ റെക്റ്റാങ്കിളും ട്രയാങ്കിളിനും ബോൾസ് അല്ല, അതൊരു സ്റ്റഡ് ടൈപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ട്രയാങ്കിൾ ഒരു ഹാങ്ങിങ് ടൈപ്പായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവസാനം വെട്ടിയെടുത്തതിന് ശേഷം ഒരു പോളിഷ് പോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് പോളിഷ് പോലെ ചെയ്യുമ്പോൾ എടുക്കുക. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ കുറേ കമ്മൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് എങ്ങനെയാണ് സക്സസ് ആവോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതിപ്പോൾ ഞാൻ റൗണ്ടിലുള്ളത് എടുക്കുകയാണ്. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് റൗണ്ടിനെ സെമി സർക്കിളാക്കി, അത് കഴിഞ്ഞതിന് ശേഷം മൂണാക്കി, അങ്ങനെ പല ടൈപ്പിലുള്ള ഒരു കമ്മൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം എടുത്ത് പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. ആദ്യം ഒരു വൈറ്റ് കോട്ടിങ് അടിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് പെയിൻറ്റിങ് എന്നുള്ള ഒരു കളറൊക്കെ തീരുമാനിച്ച് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ഡിസൈൻ പോലെ വരച്ചതിന് ശേഷം അതിൽ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു റെഡും യെല്ലോയും മിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു കളറാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റഡായിട്ടും, മറ്റേ ട്രയാങ്കിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാങ്ങിങ് ആയിട്ടെന്ന് പറഞ്ഞില്ലേ. ഈ ഹാങ്ങിങ് ഉണ്ടാക്കുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് ടൂത്ത് സ്റ്റിക്ക് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഈർക്കിൽ കൊണ്ടോ ഒരു സൂചിയോ എന്തെങ്കിലും കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം, എങ്കിലേ നമുക്കത് ഹാങ്ങിങ് ആക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ എല്ലാം സ്റ്റഡാണ്. അപ്പോൾ പെയിൻ്റ് അടി തകൃതിയായി നടക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഡിസൈനാണ്. അപ്പോൾ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് കാണാം. ഇനി വെച്ചേക്കുന്ന മുത്തുകളാണ്, മാലയ്ക്കും കമ്മലിനും ഇടാൻ വേണ്ടിയിട്ടുള്ള മുത്തുകളുണ്ടല്ലോ, അതിൽ പെയിൻ്റ് അടിക്കുകയാണ്. ഇനി എങ്ങനെയാണ് മാലയ്ക്ക് കൊടുക്കാനുള്ള ചെറിയ ചെറിയ മുത്ത് ഉണ്ടാക്കുന്നതെന്നാണ്. കുറച്ച് ഇതെടുത്തിട്ട് കൈ കൊണ്ട് ചുരുട്ടിയിട്ട് ആ ഒരു ഈർക്കിൽ കൊണ്ട് ഒരു ഹോളും കൂടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പെയിൻ്റ് അടിക്കുകയാണ്. പിന്നീടുള്ള പണികളെല്ലാം ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്. പിന്നെ ഈ റിങ് എടുത്താണ് ഈ പെൻഡൻറ്റിന് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് കണക്ട് ചെയ്തിട്ട് ഒരു നൂലുമായിട്ട് എടുത്ത് പിന്നെ നേരത്തെ വച്ച മുത്തിനെയും കണക്ട് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബായ്.